ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും സുഖം. അപ്പോൾ ബാംഗ്ലൂർ അത്യാവശ്യം ഇപ്പോൾ തണുപ്പ് മാറി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലും ഇതിനേക്കാൾ ചൂടാണെന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ക്ലൈമറ്റ് മാറുന്നതിൻ്റെതായ ഫിസിക്കൽ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം നല്ല ചുമയും ശ്വാസം മുട്ടലും ഇപ്പോൾ തുടങ്ങും. അതായത് ഈ ഒരു കര എന്നുള്ള ശബ്ദം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. രാവിലെ എണീറ്റ് ചെയ്യണമെന്ന് കരുതുക, പക്ഷെ എണീറ്റപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇന്ന് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ചോറും സാമ്പാർ അവിയലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു കുക്കൊക്കെയാണ്. ഞാനിപ്പോൾ ഡിഗ്രിക്ക് സൈക്കോളജിക്കൊന്നും പോയിട്ടില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ വല്ല ഷെഫിൻ്റെ ജോലിക്ക് പോകാനും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാനും. ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്, അത് വിളമ്പി കൊടുക്കാനും എനിക്കിഷ്ടമാണ്. അപ്പം ഇന്ന് അതാണ്. പക്ഷെ ഇന്ന് വേറെ സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്, ഐക്യ ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഐക്യ ബാംഗ്ലൂരിനെ പറ്റി. ഇത് പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു സ്വീഡിഷ് ബേസ്ഡ് കമ്പനിയാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫർണിച്ചർ, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത്. കാരണം ഈ ബെഡ്റൂമിനും ലിവിംഗ് റൂമിനും ഒക്കെ അവർ പ്രത്യേകം അതിനുവേണ്ടി പണിഞ്ഞു വരിട്ടിട്ടുണ്ട്, കിഡ്സിൻ്റെ ഇതിനും. പിന്നെ അവിടെ ഫുഡ് ഏരിയ ഉണ്ട്. പിന്നെ ഞാൻ അതെല്ലാം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ബാ. ലഞ്ച് ഇന്ന് കുറച്ച് ഗ്രാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിയലിനകത്ത് വീട്ടിലുണ്ടായ നല്ല പച്ചക്കറിയും വാരിയിട്ടു, തേങ്ങ ഇട്ടു, ജീരകം ഇട്ടു, പിന്നെ വീട്ടിൽ അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാം ഇട്ടു. പക്ഷേ സാധനം സെറ്റായിരുന്നു. ചോറുണ്ടാക്കി, സാമ്പാറുണ്ടാക്കി, അവിയലുണ്ടാക്കി, വരുംചേട്ടൻ്റെ വക നല്ല ചൂട് ഓംലെറ്റും. ഇനി എന്താ വേണ്ടേ? അതിൻ്റെ കൂടെ നല്ല മാങ്ങാച്ചാറും. അങ്ങനെ ആ ഒരു ഫുൾ ചോറും കഴിച്ച് അവിയലും സാമ്പാർ, ഇനി എന്തൊക്കെ പാസ്തയും ഫ്രൈഡ് റൈസും കഴിച്ചെന്നത് ഈ ഒരു സാധനമാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയപ്പോണ്ടല്ലോ 53 സബ്സ്ക്രൈബേഴ്സ്, വളർച്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞിട്ടാന്ന് തോന്നുന്നു. വരുംചേട്ടൻ്റെ വക വീണ്ടും കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കിയാൽ ഫുള്ളി ഷോയാ. അങ്ങനെ വിത്തിൻ ഹാഫ് ആൻ അവർ ഞങ്ങൾ ഐക്യയിലെത്തി. അപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാം വീഡിയോ ഒക്കെ എടുത്തു. ഇതായിരുന്നു കേട്ടോ എൻട്രൻസ്. ഈ ഒരു എഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ സൂപ്പർ പവർ. അതാണ് ഐക്യ. കണ്ടോ, എല്ലാം കസ്റ്റമൈസ് ചെയ്ത് ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ എല്ലാം ഉണ്ട്. എനിക്ക് ഗ്ലാസ് ടൈൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇതുപോലെ വേണം എനിക്ക് അടുക്കളയായ. പിന്നെ എൻ്റെ വക കുറച്ച് ആക്ഷൻസ് കണ്ടോ. ബാംഗ്ലൂർ ഫുൾ അവർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കസേര എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ നോക്കൂ ഗൈസ്, എൻ്റെ വാർഡ്റൂം നിങ്ങൾ കാണും. ഇത് കണ്ടു, കൊട്ടയ്ക്കകത്ത് എൻ്റെ ലൈറ്റ്. ഫൈനലി ഐക്യയിലുള്ളവർ വരുംചേട്ടൻ്റെ അതേ രൂപമുള്ള ഒരാളെ ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതെനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഇതിന് 900 രൂപ. എനിക്ക് വാങ്ങാം. സാധനങ്ങളും കാണും, കാശില്ല, വാങ്ങരുത്. ഇതാണ് ഐക്യയിലെ ഭോജനാലയം, അതായത് ഫുഡ് കഴിക്കുന്ന സ്ഥലം. കഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി. ഇനി അവിടെ ചെന്ന് ഒരു കാര്യവും ഇല്ലാതെ വാങ്ങിക്കത്തില്ലെങ്കിലും ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുക. ഈ കുറേ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ അല്ലേ തന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. കല്യാണം കഴിച്ചപ്പോൾ അത് ഒന്നോടെയായി. പിന്നെ ഇതാണ് മറ്റേ കേക്ക് കലക്കുന്നൊക്കെ സാധനം. പിന്നെ കുറേ തവി, പാത്രം, അടപ്പ്, കുന്തം കൊർക്ക് എല്ലാം. സാറിന് എന്താ വേണ്ടത്? പാത്രം, അണ്ടാവ്, കുക്കറ് എല്ലാം നമുക്കിവിടെ കിട്ടും. സോസ്, മഞ്ഞ സോസ്, കറുത്ത സോസ് എല്ലാം കിട്ടും. ഇതാണ് സാറ് മറ്റേ തുമ്പിക്കൈ ഇടുന്ന സാധനം. കണ്ട ടെൻഡണേ, ഇതാണ് പിച്ചാത്തി മൂർച്ച കൂട്ടുന്ന സാധനം. ഞാനൊക്കെ ഇവിടെ കല്ലിൻ്റെ മണ്ണക്കിട്ട് ഒരക്കി ചെയ്യുന്നത്. പൈസ ഇല്ലല്ലേ, ഒരു വിലയില്ല. സാറേ, ഇതാണ് സാലഡ് കലക്കുന്നുണ്ടാവ്. ഇത് നമ്മൾ ചോറ് കലക്കി ഇങ്ങനെ മുണങ്ങി തിന്നു. പഴങ്കഞ്ഞൊക്കെ ഒഴിക്കാൻ ബെസ്റ്റാണ്. വെറും 4999 രൂപ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഡിന്നർ സെറ്റ് കണ്ട്. ഇപ്പം ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്നത്. ഐക്യയിൽ എല്ലാത്തിനും ഡെമോ വെച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ. അങ്ങനെ നമുക്കിതൊന്നും വാങ്ങാനുള്ള കാശിപ്പില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അങ്ങ് സമാധാനിച്ചു. ഈ ഒരു സാധനമൊക്കെ എനിക്ക് വാങ്ങണം. വീട്ടിൽ മിനി ബാറൊക്കെ സെറ്റായി. തലേണകൾ തണേലകളും സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇപ്പോഴൊക്കെ റാന്തൽ വിളക്കും ഇതൊക്കെ ഏസ്തെറ്റിക്ക്. പണ്ടത്തെയൊക്കെ കാലത്ത് ഇപ്പം നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളതാടി പുല്ലേ എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേനെ. അങ്ങനെ ഈ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ നല്ല രസമാട്ടോ. അവിടെ കുറേ ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. വീടൊക്കെ വെക്കുന്നവർക്ക് ഇത് വാങ്ങാം. പിന്നെ ഈ ഒരു ക്യാൻഡിൽ അടിപൊളി മണം കേട്ടോ. എൻ്റെ കയ്യിൽ വാങ്ങാൻ കാശില്ല, അതിലേ വാങ്ങിച്ചാനെ. അങ്ങനെ ഓരോന്ന് വീഡിയോസൊക്കെ എടുത്തത് ഇങ്ങനത്തെ സ്ലാബ്. പിന്നെ ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്.
പിന്നെ പോകുന്ന വഴിക്ക് കുറേ കണ്ണാടി, ക്ലോക്ക്, ചെടികൾ. അപ്പോൾ വരുംചേട്ടനാണ് എസ്തെറ്റിക് ആവണമെന്നും പറഞ്ഞത് എടുത്തൊരു വീഡിയോ. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാനങ്ങ് എടുത്തു കൊടുത്തു, ഓരോരുത്തരുടെ സമാധാനതല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ കുറേ പൂക്കളും ചെടികളും, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. വീടൊക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും വാങ്ങിച്ചു വെക്കാം. പരമാവധി വിലക്കുറവാണ് എനിക്ക് തോന്നുന്നു. പുറത്തേക്കാൾ വിലക്കുറവായി ഈ സാധനത്തിനൊക്കെ ഇവിടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയൊക്കെ കൂടി കണ്ടു. എന്തൊക്കെയാണ് ബില്ലിംഗ് സെക്ഷനൊക്കെ നമുക്ക് തന്നെ. ഇനി ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അമ്മ എന്നെ കത്തോളിയെന്നും പറഞ്ഞുകൊണ്ട് താഴോട്ടിറങ്ങി. അപ്പോൾ ശരി, ബൈ ബൈ. ഐക്യക്കാർ ഈ തൂണ് പണിഞ്ഞ കാശുണ്ടെങ്കിൽ നാട്ടിൽ ഞാൻ ഒരു വീട് വെച്ചേനെ, ഒരു മുറിയുള്ളൊരു വീട്. അത്രയും കാശായിട്ടുണ്ട് ഇതിന്. അപ്പോൾ ബൈ.